നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഗാർഹിക ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാ ഉപയോക്താക്കളെയും സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാരത് ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒരു പുതുക്കൽ പ്രക്രിയ ചെയ്യണമെന്ന് 2024 മുതലാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പായിട്ട് നൽകിയിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് നിർബന്ധമല്ലായിരുന്നു. പിന്നീട് നിലവിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെയൊക്കെ വില ഗണ്യമായിട്ട് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിലയ്ക്കുന്ന അവസ്ഥ വന്നപ്പോൾ തന്നെ ഈ ഒരു മസ്റ്ററിങ്, ഇലക്ട്രോണിക് KYC മസ്റ്ററിങ് നിർബന്ധമാക്കുകയും ചെയ്തു. ഇപ്പോൾ PM ഉജ്ജ്വൽ യോജന എന്ന് തുടങ്ങിയ ഗ്യാസ് സബ്സിഡി പ്രോഗ്രാമുകൾക്കുൾപ്പെടെ KYC ചെയ്തവർക്ക് മാത്രമാണ് സബ്സിഡി ക്രെഡിറ്റ് ആവുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് സബ്സിഡി ഇതര ഗുണഭോക്താക്കൾക്ക്, അതായത് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ KYC ചെയ്യാനുള്ള സമയപരിധി ഓഗസ്റ്റ് മാസം 15-ാം തീയതിയോടെ അവസാനിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് പൊതുവായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് KYC ചെയ്യാത്ത ആളുകൾക്ക് ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ഇനി ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നതല്ല. സിലിണ്ടർ ബുക്ക് ചെയ്തെങ്കിൽ പോലും എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ ഡീറ്റെയിൽസ്, അതായത് കൺസ്യൂമർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് KYC ചെയ്യാത്തത് കാരണം ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു അറിയിപ്പായിരിക്കും കാണാൻ സാധിക്കുക. ഇനി അത് മാത്രമല്ല, ഗ്യാസ് കണക്ഷൻ നിലവിൽ അതിൻ്റെ ആപ്ലിക്കേഷനുകൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്, HP ആണെങ്കിൽ HP പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വിതരണ കമ്പനിക്കും അവരുടേതായ ആപ്ലിക്കേഷനുണ്ട്. അതിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നമ്മളുടെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഉടമയുടെ തന്നെയാണെങ്കിൽ വാട്സപ്പിലേക്ക് ഇതിനോടകം തന്നെ മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വാട്സപ്പിലേക്കൊക്കെ മെസ്സേജുകൾ വന്നു തുടങ്ങി. അതായത് നിങ്ങൾ ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചിട്ടില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇനി ഗ്യാസ് സിലിണ്ടർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിലവിൽ KYC പൂർത്തിയാക്കണം, അതല്ല എങ്കിൽ അധിക നിരക്ക് നൽകി മാത്രമേ വിതരണം ചെയ്യൂ എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് SMS അലേർട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുള്ളത്. അത് ഇന്ത്യനും HP-ക്കും ഭാരതിനും എല്ലാം ബാധകമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 14.2 കിലോഗ്രാം ഭാരം വരുന്ന ചുവപ്പ് സിലിണ്ടറുകൾ ഇനി നമ്മളുടെ വീടുകളിൽ ലഭിക്കണമെങ്കിൽ KYC നമ്മൾ മുൻപ് പൂർത്തീകരിച്ചിട്ടുണ്ടാകണം. ഒരിക്കൽ ചെയ്തവർ ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല. നാളിതുവരെ ചെയ്യാത്ത ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആദ്യ സമയത്തൊക്കെ KYC ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടത്തോടെ പോയി ചെയ്തു. പിന്നീട് അതിനുശേഷം KYC ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ മുൻപിൽ അധികം ദിവസങ്ങളില്ല. അപ്പോൾ KYC ചെയ്തിട്ടില്ലാത്തവരെ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ 3 സംവിധാനത്തിലൂടെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒന്ന്, നമുക്ക് ഓൺലൈൻ വഴി, അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പൂർത്തിയാക്കാൻ സാധിക്കും. അത് ഏത് വിതരണ കമ്പനിയാണോ ആ കമ്പനിയുടെ ആപ്ലിക്കേഷനും, അതോടൊപ്പം തന്നെ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ ബുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു KYC പൂർത്തീകരിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, നമുക്ക് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തി പോയി KYC ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട്, നമ്മളുടെ വിതരണ ഏജൻസിയിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി ഏജൻറ്റിൻ്റെ കയ്യിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ഡിവൈസുകൾ ഉണ്ടാകും. അതുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ KYC പൂർത്തീകരിക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടർ തുടർന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനെ തന്നെ ഗുണഭോക്താവിൻ്റെ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറൊക്കെ കൃത്യമായിട്ട് നൽകി കഴിയുമ്പോൾ ഇതിലെ ഡീറ്റെയിൽസ് KYC ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അലേർട്ടുകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മുൻപുണ്ടായിരുന്ന ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം വേണം എത്രയും വേഗം KYC പൂർത്തിയാക്കുന്നതിന്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.